ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മസാല ദോശ റെസിപ്പി ഞങ്ങൾ നോക്കാം. മസാല ദോശ വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മസാല ദോശ ആയിട്ട് നിങ്ങൾ പുറത്തെല്ലാം പോയി തിന്നല്ലേ ഹോട്ടലിലെല്ലാം അത്രയ്ക്കായിട്ട് നല്ല ടേസ്റ്റ് ആവും. അപ്പോൾ ഇനി നിങ്ങൾ ഇത് മസാല ദോശ തിന്നോകായിട്ട് നിങ്ങൾ പുറത്ത് പോകുന്നിട്ടില്ല ഇതുപോലെ നിങ്ങൾ ആക്കുറു സൂപ്പർ ടേസ്റ്റ് ആയിട്ടിക്കറ്. നിങ്ങൾ ഇത് വർക്ക് ആക്കിയെങ്കിൽ പിന്നെ ആക്കുറ അത്ര ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മസാല ദോശ ആയിട്ടിക്കറ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ആക്കി നോക്കുറു. എനിക്ക് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ നിങ്ങൾ ഇത് എങ്ങനെ ആക്കറേ ഞങ്ങൾ നോക്കാം. വീഡിയോ സ്കിപ്പ് ആക്കാൻ നോക്കുറു. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കും ഷെയർ ആക്കും മറക്കണ്ട. അപ്പോൾ ഞാനിവിടെ ಇದಕ್ಕೆ വേണ്ടിയിട്ട് 2 ಗ್ಲಾಸ್ ಇಡ್ಲಿ ಡೈರಿ എടുത്തേ. അപ്പോൾ ಇಡ್ಲಿ ಡೈರಿ ಬೇನೂಟಿಲ್ಲ ಸಾದಾ ನಾರ್ಮಲ್ ಪಚ್ಚರಿ ಉಂಡಲೆ ಏದು ನಾನು ಇಡ್ಲಿ ಡೈರಿ ಅಂತ ಇಡ್ಲಿ ಡೈರಿ എടുത്തേ 2 ಗ್ಲಾಸ್ എടുത്തേ. இப்போ நாங்கள் ஏது கிளாஸில் அரி இருக்கிறா அதில் அதுக்கு வேணாய் உளுந்தோ அதெல்லாம் எடுத்துங்கிட்டு அதில் நாங்கள் இதான் ஒரு அரை கிளாஸில் காட்டி தெல் கூறுடி கண்டல நீங்கள் ஒரு அரை கிளாஸும் இல்லை அதில் காட்டி ஒரு தெல் கூறுடி அத்தனை உளுந்து எடுத்துறேன் நானோட அதில் പിന്നെ ഞങ്ങൾ കടലബല ഞങ്ങൾ ഇങ്ങനെ കയ്യിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു പിടി എടുக்கிறല്ലേ അങ്ങനെ ഒരു പിടി പിന്നെ ഒരു തെല്ല് എക്സ്ട്രാ ഇട്ട് കൊടുത്തത് അപ്പോൾ നിറച്ചും ഒരു പിടി ഞങ്ങൾ എടുക്കണമെങ്കിൽ അങ്ങനെ അമ്മയാവും അല്ലെങ്കിൽ ഒന്നേക്കാൾ അത്ര നിങ്ങൾക്ക് കണ്ടല്ലോ ഇപ്പോൾ ഒരു പിടിയും പിന്നെ ഒരു തെല്ല് എക്സ്ട്രാ ഇട്ട് കൊടുത്തത് പിന്നെ നിങ്ങൾക്ക് ചെറിയ സ്പൂണിൽ ഒരു സ്പൂൺ അത്ര ಮೆತ್ತ ಇಟ್ಟು കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം ഒട്ടിಗೆ ಚಂದ ಕಲ್ಗೆ എടുത്തിട്ട് ഞങ്ങൾ ഇത് ನೆಂಚು വെച്ചങ്ങೈತೆ ಫಸ್ಟ್ ಚಂದ ಕಲ್ಗೆ എടുത്തോളൂ. അപ്പോൾ ഇതങ്ങ് ഇത് അസർഗർക്കിടങ്ങാനെ സുബൈക്ക് ನೆಂಚು വെച്ചങ്ങೈತೆ. അപ്പോൾ കൽകി എടുത്തേ. അപ്പോൾ ഇത് കൂടെ നനയട്ടെ. ഇതിപ്പോൾ ഞാൻ സുബൈക്ക് ನೆಂಚು വയ്ക്കറേ. അപ്പോൾ ഇത് ഉടക്കട്ടെ. ഇനിയിപ്പോൾ ഞങ്ങൾ ഇതിലൊട്ടിക്ക് ഞങ്ങത്തിൽ അവൽ ഒന്ന് നനച്ച് വയ്ക്കുന്നു. അപ്പോൾ അവൽ ഞങ്ങൾക്ക് ഇതേ ടൈമിൽ ഞങ്ങൾ സുബൈക്ക് ഇപ്പോൾ നനച്ച് വയ്ക്കറെങ്കിൽ അങ്ങനെ ആവും. അതല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ അരക്കടി ഒരു ഗಂಟೆ മുന്നെല്ലാം തെല്ല് നേരം നനച്ചിട്ടിരുங்க അങ്ങനെ ആവും എങ്ങനെ ആവും. അപ്പോൾ ഞാൻ അതേ ഗ്ലാസ്സിൽ അര ഗ്ലാസ്സും ഇല്ല അര ഗ്ലാസ്സിൽ കാട്ടി തെൽക്കുരുടി എടുത്തിട്ട് ഞാൻ ഇത് അവലോ കണ്ണല്ലോ ഒരു 1/4 ഗ്ലാസ് അവൽ മയോ ചുമ വേണ്ട. ഇത് ഒരു തെല്ല് ഏറായിട്ട് ഇത്ര വേണ്ട. ഞങ്ങൾ ഇപ്പോൾ എടുക്കിற ഏത് ഗ്ലാസ്സിൽ എടുക്കിற അതിൽ ഒരു 1/4 ഗ്ലാസ് അവൽ മയോ ഞങ്ങൾ ഇതാ ഇതുപോലെ കലക്കിയിട്ടൊന്നും ഇതും അങ്ങനെ തെല്ലിനേരം നനച്ചിട്ടെങ്കിട്ട്. അപ്പോൾ ഇതിനാ വെച്ചാൽ നമ്മൾ സുബൈക്ക് നനച്ചിട്ടെങ്കിൽ എന്തോല്ല പിന്നെ ഇല്ലെങ്കിൽ ഒരു ഗಂಟೆ മുന്നെല്ലാം നനച്ചിട്ടെങ്കിൽ പോകും. അപ്പോൾ ഇത് അസർക്ക് ഞാൻ അരച്ചെടുക്കും പിന്നായിട്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ ഇതിൽ തണ്ണി ചേഞ്ച് ആക്കണ്ട. ഇതേ തണ്ണിൽ ഞങ്ങൾ ഇതേ തണ്ണിലല്ല ഇങ്ങനെ ഞങ്ങൾ ഇത് അരച്ചെടുത്തെങ്കിൽ തണ്ണി പിന്നെ വേറെ ഞങ്ങൾ തണ്ണി വിത്താ ഇല്ലെങ്കിൽ അതേ തന്നെ ഞങ്ങൾ ചന്ത കൽകി എടുക്കും ഫസ്റ്റിക്ക് അതേ തണ്ണി വിത്തിട്ട് അരച്ചെടുത്തെങ്കിൽ. അപ്പോൾ അരി ഇട്ട് കൊടുത്ത മിക്സി ജാർക്ക് പിന്നെ ഞങ്ങൾ നനച്ച് വെച്ച് അവലുണ്ടല്ലേ അവലും ഞങ്ങൾ ഇതിലൊട്ടിಗೆ ഇട്ടിട്ട് ഞങ്ങൾ അരച്ചെടുക്കുക. അപ്പോൾ അവലില്ലെങ്കിൽ തന്നെ ಅದರ ಬದಲಿಗೆ ചോറ് വേണമെങ്കിൽ ചോറ് ഇടുക. തെല്ല് ചോറ് ഇട്ടെങ്കിട്ട് ചുമ ചോറ് ഇടണ്ട. ഞങ്ങൾ ഇഡ്ലിಗೆല്ലാം ഇട്ട പോലെയല്ല തെൽക്കൂരടിയാക്കി ഇട്ടെങ്കിട്ട്. അപ്പോൾ തണ്ണി വിത്തിട്ട് ഇതൊന്നങ്ങ് അരച്ചെടുത്തെങ്കിട്ട് നല്ല അരച്ചെടുക്കറു. അപ്പോൾ തണ്ണി ഞങ്ങൾ ബീത്തുമ്പോൾ അരിയും ഇതെല്ലാം ലെവലാക്കിയിട്ട് ആ ഒരു ലെവലിൽ ഞങ്ങൾ തണ്ണി വിത്തിങ്ങിട്ട് ഇത് അവർക്ക് എല്ലാ അരിയും 3 ബട്ടായിട്ട് ഞാനിവിടെ അരച്ചെടുக்கிறேன். അപ്പോൾ അരി എല്ലാം അരച്ചെടുത്തേ. ഇനിയിപ്പോൾ ഞാൻ ഇതിക്ക് തെല്ല് ബേക്കിംഗ് സോഡ അതായത് സോഡത്തെ പൊടി തെല്ലിട്ട് കൊടുക്കറേ. ചുമല്ല ചെന്നങ്ങൾ ഇതിപ്പോൾ നല്ല ചൂടുള്ള പക്കൻ തന്നെ ഈ ഒരു സോഡത്തെ പൊടി ബീനൂട്ടില്ല. അപ്പോൾ നിങ്ങൾ തെല്ല് ചളി അങ്ങനെയെല്ലാം ക്ലൈമറ്റെല്ലാം നല്ല ചളിയെല്ലാം ഉണ്ടെങ്കിൽ തെല്ല് ಬೇನೆಂಗೆ ಬೇಕಿಂಗ್ ಸೋಡಾ ಇಡ ತೆಲ್ಲಿ പൊന്തിട്ട് ಬರೋ ಬೇನಾയിട്ട് ಅದನ್ನ വെച്ചാൽ ചൂടുണ്ടെങ്കിൽ ബേനൂട്ടില്ല. ചൂട് സമയത്തിൽ ഇപ്പോൾ രാത്രിയെല്ലാം നല്ല ചൂടല്ല അത് ബേനൂട്ടില്ല നോക്കിയുള്ളൂ പറഞ്ഞ. അപ്പോൾ നല്ല കയ്യിൽ നല്ല ചന്ത മിക്സ് ആക്കി എടുക്കണം. മിക്സ് ആക്കി എടുത്ത് ഞങ്ങൾ ഇത് റെസ്റ്റ് വെച്ചെങ്കൈത്ത്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ ഇത് പിറ്റേന്ന് സുബൈക്കിത് അപ്പോൾ നിങ്ങൾ അസർക്ക് മോന്തിക്ക് ഞാൻ അരച്ചെടുത്തരല്ലേ പിറ്റേന്ന് സുബൈക്കിത്. അപ്പോൾ ಇದಕ್ಕೆ ഞങ്ങൾക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അത്ര അത് സോജി എടുക്കിற റവ എടുക്കിற ഞാൻ വലിയ സ്പൂണിൽ ഒരു 2 സ്പൂൺ ഇത് ഞങ്ങൾക്ക് அதுக்கு ബീത്തുക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ആ ഒരു പിറ്റുക്ക് മിക്സ് ആക്കി എടുക്കുക വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ദോശ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഈ ഒരു റവ ഞങ്ങൾ മിക്സ് ആക്കുമ്പോൾ. ഇനിയിപ്പോൾ റവ ഇല്ലെങ്കിൽ കാലിങ്ങനെ ഞങ്ങൾ ദോശ ആക്കി എടുക്കുക. റവ കൂടി ഇട്ടിരെങ്കിൽ ഒന്നും കൂടി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അത് ഞങ്ങൾ 2.5-3 ടേബിൾ സ്പൂൺ എല്ലാം ഇടണം. ഞങ്ങൾ എത്തില്ല 6 ഇട്ടിരെങ്കിൽ വലിയ വിഷയമല്ല. ഞാനിപ്പോൾ വലിയ സ്പൂണിൽ ഫുള്ളായിട്ട് ഒരു 2 സ്പൂൺ ഇട്ട് കൊടുത്തേ. അപ്പോൾ അതവിടെ ഇത് ഇത് കലക്കിയിട്ട് തെല്ലിനാണ് നനച്ച് വെച്ചത്. ഇനിയിപ്പോൾ അതിനിടയ്ക്ക് നിങ്ങൾ പിട്ട് ചെയ്ത ഉപ്പിട്ടിട്ടില്ലല്ലേ പിട്ട് നല്ല പൊന്തിട്ട് വന്നിട്ട് അപ്പോൾ ഉപ്പ് ഇട്ടിട്ട് നല്ല ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അതിൽ പിന്നെ നിങ്ങൾ ആ ഒരു റവ മിക്സും അങ്ങനെ റവ തെല്ല നേരം ഒരു 5 മിനിറ്റ് നിങ്ങൾ തണ്ണിയിൽ അങ്ങനെ നനച്ച് വെക്കണം. അതിൽ പിന്നെ ഈ പിട്ടിക്ക് നിങ്ങൾ ബീത്തിയും കഴിത്ത് അപ്പോൾ അതും ബീത്തിട്ട് നല്ല മിക്സ് ആക്കി എടുത്തത്. അപ്പോൾ പിട്ട് കൂടെ റെഡി ആയിട്ട് ഇനിയിപ്പോൾ നിങ്ങൾ ആ ഒരു മസാല ദോശയുടെ ചട്നി ഒന്ന് ഞങ്ങൾ റെഡിയാക്കും മെയിനായിട്ട്. എന്താ ഇത്ര മുളക് ഉണ്ടാണ് സാധാ കറിക്കിട്ട മുളക് ഉണ്ടല്ലേ അത് ഞങ്ങൾ തെല്ലിനേരം ചൂട് തണ്ണിയിൽ നനച്ച് വെക്കണം. അപ്പോൾ നല്ല നനഞ്ഞിട്ട് വന്ന് പിന്നെ ഞങ്ങൾക്ക് ആ ഒരു ചട്നിക്ക് നല്ലൊരു കളറും കിട്ടും ഇങ്ങനെ നനച്ച് വയ്ക്കുമ്പോൾ ചൂട് തണ്ണിയിൽ തെല്ലിനേരം നനച്ച് വെച്ചത്. ഇനിയിപ്പോൾ ഞങ്ങൾ ഇത് മിക്സി ജാറിയിട്ട് അരച്ചെടുക്കണം. ഇനി ಅದಕ್ಕೆ തെല്ല ಬೆಳ್ಳುಳ್ಳಿ വേണം. അപ്പോൾ ಬೆಳ್ಳುಳ್ಳಿ ഒരു 4 ಬೆಳ್ಳುಳ್ಳಿ ചെറിയ അരിൻകന്നെ തെല്ലി 6 ഇടും ಬೆಳ್ಳುಳ್ಳಿ. അതിൽ പിന്നെ ഇതാ ഒരു പിടി ഫുള്ളായിട്ടില്ല തെല്ലിങ്ങനെ ಬೇಳೆಕಡಲೆ ഉണ്ടല്ലേ പൊട്ടുകടല അത്. അപ്പോൾ ഒരു കടല ഇട്ട് കൊടുത്തത്. പിന്നെ അതുപോലെ ഒരു 3/4 ടീസ്പൂൺ ജീരക തെല്ല് പുളി
ಟೇಸ್ಟ್ ಬೇನೆ ಹತ್ರ ಉಪ್ಪು ಪಿನ್ನ ತೆಲ್ ತಣ್ಣಿ ಬಿತ್ತಿಟ್ಟು ಅದನ್ನ நல்லா ഒന്ന് അരച്ചെടുക്കണം നല്ല അരക്കടവഞ്ഞ് ചുമ നൈസ് ആവുക തീരാ തരി തരിയോട് കൂടെ അരച്ചെടുക്കണം ചെറിയ തരി വേണതാ ഇതുപോലെ തെൽത്താരി തരിയായിട്ട് അരച്ചെടുത്തിട്ട് ചുമ നൈസാക്കി ഇറക്കണ്ട തണ്ണി നോങ്ങി നോക്കിയിട്ട് ಬೇನೆ ಹತ್ರ ಬಿತ್ತಿ കൊടുക്കണം അപ്പോൾ ചട്നി ഇവിടെ റെഡി ആയിട്ട് ടേസ്റ്റ് എല്ലാം നോക്കും ഉപ്പെല്ലാം കറക്റ്റാക്കി കൊടുക്കും അപ്പോൾ ഇതുകൂടെ ഇക്കട്ടെ ഇനിയിപ്പോൾ ഞങ്ങൾ ബാജിക്ക് ಬೇನಾയിട്ടില്ല പൊട്ടാറ്റോ ഞാനിവിടെ ಬೇಪಾಟಿ എടുത്തേ 4 പൊട്ടാറ്റോ എടുത്തേ സാധാരണ വലിയ പൊട്ടാറ്റോ ഇത് അപ്പോൾ ഇത് നിങ്ങൾ ಬೇನೆ ಹತ್ರ നോക്കി എടുക്കും ഇത് ഞാൻ കുക്കറിൽ ഇട്ടിട്ട് 2 വിസിൽ എടുത്തത് ഉപ്പ് ഇട്ടിട്ട് ഞാനിത് ಬೇಪಾಟಿ എടുത്തത് ഇതിൻ്റെ തോലൊന്നും എടുത്തിട്ട് റെഡിയാക്കി വയ്ക്കാം നിങ്ങൾക്ക് ಬಾಜಿ എത്ര ಬೇണോ ಅದಕ್ಕೆ ಬೇನೆ ಹತ್ರ പൊട്ടാറ്റോ എടുത്തെങ്കിട്ട് അപ്പോൾ ഇതാ പാൻ വെച്ചിട്ട് ಅದಕ್ಕೆ ഞങ്ങൾ തെല്ല് ഓയിൽ ಬಿತ್ತಿട്ട് ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ കടുക് പിന്നെ തെല്ല് ഞങ്ങൾക്ക് ഇത് തെല്ല് ഉളുന്തര ബേല അതേപോലെ ഞങ്ങൾ തെല്ല് കടല ബേല അതെല്ലാം ഇട്ട് കൊടുക്കണം തെല്ല് നിങ്ങൾ എന്താ ഇതുപോലെ ഇട്ട് നോക്കിയിട്ട് നിങ്ങൾ ಗೊತ್ತಾವಡಲ್ಲ തെല്ല് ഇട്ടെങ്കിട്ട് ಅದರೊಟ್ಟಿಗೆ തെല്ല് ಚೋಂದೆ ಮುಳು ಬೇಚಪ್ಪು പച്ചമുളക് ഇതെല്ലാം ഇട്ട് കൊടുക്കണം അപ്പോൾ ಇದಕ್ಕೆ മെയിനായിട്ട് ഞങ്ങൾക്ക് ഈ ഒരു ബാജിക്ക് ಬೇಚಪ್ಪು വേണം ಬೇಚಪ್ಪು ഇന്ന് എൻ്റെ കയ്യിലില്ല ചെന്ന ഇവിടെ ഇപ്പോൾ കിട്ടില്ല ಬೇಚಪ್ಪು ഇങ്ങനത്തെ ഒരു ഇതെല്ലാം ഇട്ടത് കൊണ്ടുപോയിട്ട് കിട്ടില്ല ഇപ്പം കൊറോടി കിട്ടില്ലേ അപ്പോൾ ಬೇಚಪ್ಪು ഞാനിവിടെ ഇട്ടിട്ടില്ല അപ്പം നിങ്ങൾ ഇടൊരു ಬೇಚಪ್ಪು ಬೇನೆ ಇದಕ್ಕೆ പിന്നെ പച്ചമുളക് ഞങ്ങൾക്ക് ಬೇನೆ എത്ര ಖಾರத்துக்கு വേണം ಅದಕ್ಕೆ ಬೇನೆ എത്ര ഇട്ട് കൊടുക്കണം 2 നീരുള്ളി എടുത്തേ സാധാരണ വലിയ ഉള്ളി 2 നീരുള്ളി ചെറുതുണ്ടെങ്കിൽ തെളിയാറ് എടുക്കറോ ടേസ്റ്റ് ಬೇನೆ എത്ര ഉപ്പ് ഞങ്ങൾ പൊട്ടാറ്റോക്ക് ഇട്ടാൽ ಇದಕ್ಕೆ ಬೇನೆ ആയിട്ടുള്ള ഉപ്പ് അപ്പോൾ അത് നീരുള്ളി ഒന്ന് ബാടിയിട്ട് വരട്ടെ ബാടി വന്നാൽ പിന്നെ മഞ്ഞളുടെ പൊടി ഇട്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞളുടെ പൊടി ഇത് ചുമ ഫ്രൈ ആവണോ അങ്ങനെ എന്തില്ല പിന്നെ നീരുള്ളി കട്ടാകുമ്പോൾ വെക്കുമ്പോൾ ചുമ ചെറിയ പീസാക്കി കട്ടാക്കണ്ട ഇങ്ങനെ തെല്ല് വലിയ പീസാക്കി കട്ടാക്കിങ്ങിട്ട് അപ്പോൾ നിങ്ങൾ പർത്തിൽ കിട്ടറല്ല നിങ്ങൾ ഹോട്ടലിലെല്ലാം കിട്ടറല്ല അവർ ബാജി അതേ സെയിം പളിക്കറ ಅದಕ್ಕೊಂದು ತೆಲ್ಲು ಬೆಲ್ಲಿ ಪೀಸಾಕಿ ಕಟ್ಟಾಕೋರು ನೀರುಳ್ಳಿ ಅದ್ರಲ್ಲಿ ಪಿನ್ನೆ ನಂಗೆ പൊട്ടാറ്റോ ഇട്ടിങ്ങെത്ത് അപ്പോൾ പൊട്ടാറ്റോ ഇട്ടിട്ട് നല്ലതാണ് പൊടിച്ചിട്ടിട്ടെങ്ങെത്ത് ഇടുമ്പമേ അപ്പോൾ ഇത് ഇങ്ങനെ ഗട്ടി തെല്ലിങ്ങനെ ഗട്ടി ടൈറ്റായിരിക്കും പൊട്ടാറ്റോ അപ്പോൾ നിങ്ങൾ തെല്ല് ലൂസായിട്ട് പിന്നു ചുമ്മ തണ്ണിയല്ല തെല്ല് നിങ്ങൾ ಬೇನೆ ಹತ್ರ ತೆಲ್ಲು ತಣ್ಣಿ നോക്കി ನಾನು ഇപ്പോൾ ತೆಲ್ಲು ತಣ್ಣಿ ಬಿತ್ತಿ ಕೊಡ್ತಾರೆ പിന്നെ ഒരു ഹാഫ് ಲಿಂಬೆ പുളിയണോ തെല്ല് പുളി വേണം പിന്നെ അതിലൊട്ടിಗೆ കൊത്തമ്പരി ಸೊಪ್ಪು ഇട്ട് കൊടുത്തേ അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് നല്ല മിക്സ് ആക്കിയിട്ട് ടേസ്റ്റ് എല്ലാം നോക്കൂ കറക്റ്റാക്കി കൊടുക്കൂ അപ്പോൾ ഇത് ഉപ്പസ് തെല്ല് തണ്ണി ಬಿತ್ತಿ കൊടുക്കുക ചുമ്മ ടൈറ്റ് ആവുക തീരാ ഈ ഒരു മസാല തെല്ല് നല്ല പറുത്തെല്ലാം കിട്ടറല്ലേ അവർ നല്ല സോഫ്റ്റ് ആയിട്ട് തെല്ല് ലൂസായിട്ട് അതുപോലെ ಅದಕ್ಕೆ വേണ്ടിയിട്ട് നോക്കിയിട്ട് നിങ്ങൾ ಬೇನೆ ಹತ್ರ തണ്ണി ಬಿತ್ತಿ കൊടുക്കും അപ്പോൾ അതാ ഈ ഒരു അന്തജിൽ ആക്കി എടുത്തത് അപ്പോൾ ഇത് നിങ്ങൾ ബാജി ഇവിടെ റെഡി ആയിട്ട് ടേസ്റ്റ് എല്ലാം നോക്കിയിട്ട് കറക്റ്റാക്കി കൊടുത്തിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഇതാ പാൻ വെച്ചിട്ട് ഞങ്ങൾ ദോശ ചുട്ടെടുക്കുക അപ്പോൾ ദോശ ഞാനിപ്പോൾ ഇത് ഫ്രൈ പാൻ ആയതുകൊണ്ട് ഓയിൽ എന്തും തോത്തില്ല നിങ്ങളെ പാൻ എങ്ങനെ ഉണ്ട് ಅದಕ್ಕೆ ഓയിൽ തോത്തുറാൻ അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ അങ്ങനെ ആക്കി എടുത്തിട്ട് അപ്പോൾ ഇതാ ജണ്ട് കയ്യിൽ പെട്ട് പേനോടോ വലിയ ദോശ ബീത്തിട്ട് ഞങ്ങൾ എടുക്കൊണ്ട് നിങ്ങൾ എത്ര വലിയ പേനോ അത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് പേനെ പോലെ ആക്കി എടുക്കുക ഇത് മസാല ദോശ ആകുമ്പോൾ വലിയ സൈസിലാക്കുന്നത് നല്ല അതിൽ പിന്നെ ജണ്ട് കയ്യിൽ പെട്ട് ബീത്തിടാനുണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ അതിൻ്റെ സൈഡിൽ ഞങ്ങൾക്ക് നെയ്യ് ഓയിൽ ഏതും ആവും നെയ്യിൻ കണ്ണെങ്കിൽ അതും നല്ല ടേസ്റ്റ് ആയിട്ട് അതല്ലെങ്കിൽ ഓയിലും അതും ആവും ഞാനിപ്പോൾ ഓയിൽ ബീത്തി കൊടുക്കറേ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ദോശ കാഞ്ഞുകൊണ്ട് പറയുമ്പോൾ സൈഡിൽ ബീത്തണം പിന്നെ നടുക്കെಲ್ಲ ಎಲ್ಲ ಸೈಡ್ಗೂ അങ്ങനെ ഓയിലാക്കി കൊടുക്കണം ഓയിലോ നെയ്യോ ഏതോ നെയ്യിൻ്റെ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുക ഓയിലും നല്ല ആവും അപ്പോൾ ഞാനിവിടെ ഓയിൽ ബീത്തി കൊടുത്തേ അപ്പോൾ ഇത് തീ ജോറാക്കി ಬೇಕೋತೀರಾ ദോശ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ തീ തെല്ല് ചെറിയാക്കിയിട്ട് ಬೇക്കണം അതായത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ലോ അല്ല ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചെങ്കിൽ അപ്പമേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടേ തീ ജോറാക്കി വെച്ചെങ്കിൽ ദോശ കറിയിട്ട് പിന്നെ ക്രിസ്പി ആയിട്ട് കിട്ടില്ല അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ കിട്ടുന്നുണ്ടെങ്കിൽ ചെറിയ തീയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആക്കിങ്ങിട്ട് അപ്പോൾ ഇതുപോലെ നല്ല കളർ ചേഞ്ച് ആയിട്ട് വേണ്ടല്ല ഒരു ഗോൾഡൻ കളർ ആയിട്ട് വേണ്ടല്ലേ അപ്പോൾ ഞങ്ങൾ തീ ഒന്നും കൂടി കുറച്ചിട്ട് തെല്ല് ചെറുതാക്കിയിട്ട് അതിന് മേലേക്ക് ഞങ്ങൾ റെഡിയാക്കി വെച്ച ആ ഒരു ചട്നി ഉണ്ടല്ലേ ഇതുപോലെ എല്ലാ സൈഡിലും ചട്നി ഞങ്ങൾ ഇങ്ങനെ തോത്തി കൊടുക്കണം ഒരു സൈഡിൽ ഞങ്ങൾ മസാല വെച്ചെങ്കിട്ട് മസാല ഇതാ ഇങ്ങനെ തെലുപ്പിൽ ഇങ്ങനെ മസാല വെച്ചെങ്കിട്ട് മസാല നോക്കിയിട്ട് നിങ്ങൾ ಬೇನೆ എത്ര ಬೇಯ್ക്കറോ ചുമ്മ ಬೇಯ್ക്കണ്ട നിങ്ങൾ ഇപ്പോൾ മക്കൾ കൊടുക്കുമ്പോൾ മസാല എല്ലാം ചുമ്മയെങ്കിലും വേസ്റ്റ് ആവുള്ളൂ നോക്കിയിട്ട് നിങ്ങൾ ಬೇನೆ പോലെ വെച്ച് കൊടുക്കറോ ഇതുപോലെ മടക്കിയിട്ട് ഞങ്ങൾ മസാല ദോശ ഇതാ റെഡി ആയിട്ട് സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മസാല ദോശ ഇട്ടിട്ട് നിങ്ങൾ ഇത് ഒരിക്കലും ഒന്ന് ട്രൈ ആക്കി നോക്കറോ അപ്പോൾ ഇതേപോലെ നിങ്ങൾ ബാക്കി എല്ലാ ദോശയും നിങ്ങൾ ഇതുപോലെ ആക്കിയിട്ട് കണ്ടില്ല നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ദോശ ആയിട്ടിരിക്കുക പിന്നെ ഇത് ഞങ്ങൾ മസാല ദോശ തിന്നുമ്പോൾ നല്ല ചൂടോടെ തിന്നണം ഞങ്ങൾ പുറത്തെല്ലാം പോയി ഹോട്ടലിലെല്ലാം തിന്നറല്ലേ അതേപോലെ നല്ല ചൂടോടെ തിന്നും അപ്പമേ നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുക കുറേ നേരം മുന്നോളം ആക്കി വയ്ക്കുക അങ്ങനെയെല്ലാം എങ്കിൽ പിന്നെ നോർമലി നിങ്ങൾ ദോശ സോഫ്റ്റ് ആയിട്ട് കിട്ടുക അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ചൂടോടെ തിന്നുമ്പോൾ ആ ഒരു ടേസ്റ്റ് നിങ്ങൾ നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുക അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ ബാക്കി ദോശ ഇതുപോലെ ആക്കി എടുത്തെങ്കിട്ട് അപ്പോൾ ബാക്കി ദോശ ആക്കുമ്പോൾ ഞങ്ങൾ ഇപ്പോൾ കൊറിയ ദോശ ആക്കറല്ലേ ദോശ ആക്കിയാൽ പിന്നെ ഈ ഒരു പാന് നല്ല ചൂടായിട്ടിരിക്കും പാന് അപ്പോൾ ചൂടൊന്ന് കൺട്രോൾ ആക്കി കൊടുക്കണം ಅದಕ್ಕೆ ഞങ്ങൾ നോർമൽ തന്നെ ഉണ്ടല്ലേ തന്നെ വിത്തിട്ട് ഞങ്ങൾ ഒന്ന് കോട്ടൺ തുണിയില്ല ടിഷ്യൂലോ ഒന്ന് തോത്തി എടുത്തോളൂ ಇಲ್ಲ ಅನ್ಕೊಂಡೆಂಗೆ ನಂಗೆ ಇങ്ങനെ ದೋಸೆ ಎಲಗಿ ಬಂದು ಪಿಟ್ಟು ಬೀತುಂಬ അങ്ങനെല്ലാം ആടും അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് ചൂടൊന്ന് കൊരടിയാക്കി കൊടുക്കും തന്നെ ബീത്തിട്ട് ഒന്ന് തോത്തി എടുത്തുണ്ടെങ്കിട്ട് ഇങ്ങനെയുമേ ഞങ്ങൾ ദോശ ആക്കി എടുത്തെങ്കിട്ട്
അപ്പോൾ ഇതേപോലെ നിങ്ങൾ ആക്കിയെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നിങ്ങൾ പുറത്തിൽ കിട്ടുന്നത് പോലെയുമേ അതിനെക്കാട്ടി ഒന്നും കൂടി നല്ല ടേസ്റ്റായിട്ട് നിങ്ങൾ ഇതുപോലെ ആക്കിയെടുക്കുക. അപ്പോൾ കണ്ടറിയില്ല ഇതിപ്പോൾ ഞാൻ എല്ലാം ആക്കില്ല, കുറിയ മാത്രമേ ആക്കിയ ശേഷം ചൂടോടെ ആക്കി തിന്നണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ആക്കി നോക്കൊരു 100% നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരം പേർക്കിടെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കൊരു കമൻറ്റ് ആക്കൊരു. അതേപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിಗೆ ಎಲ್ಲರಿಗೂ വീഡിയോ ഒന്ന് ഷെയർ ആക്കിയിട്ട് കൊടുക്കൊരു. ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് കണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ആക്കുമ്പോൾ ಅದರ ಮುಟ್ಟಮೇ ಉಳ್ಳ ಬೆಲ್ ಐಕನ್ ಕೂಡ ಒಂದು ಪ್ರೆಸ್ ಹಾಕೋರು. ಇನ್ಶಾಲ್ಲಾ ಇದರೊಂದು ನಲ್ಲೊರು ವಿಡಿಯೋ ಆಯಿತು. ನೆಕ್ಸ್ಟ್ ವಿಡಿಯೋಲಿ ಕಾಣ. ಅಸ್ಸಲಾಮು ಅಲೈಕುಮ್.